സാലി, ഈ ലൈംഗിക പരിശോധന, ലൈംഗിക ശേഷിയുടെ പരിശോധന അടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരായി അതുമായി അറസ്റ്റ് രേഖപ്പെടുത്തി തന്നെ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഇത്യാദി ആവശ്യങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘത്തിന് മുന്നിലുള്ളത്. ഈ ഘട്ടത്തെയൊക്കെ അട്ടിമറിച്ചാണ് അന്വേഷണവുമായുള്ള നിസ്സഹകരണം പ്രഖ്യാപിച്ച് ഈ സിദ്ദിഖ് ഒളിവിലേക്ക് പോകുന്നത്. സിദ്ദിഖിനെ പിടികൂടുക, സുപ്രീം കോടതിയുടെ ഉത്തരവെത്തുന്നതിന് മുമ്പ് തന്നെ പിടികൂടുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ പോലീസിന് മുമ്പിൽ, SITക്ക് മുമ്പിൽ. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുരോഗതിയായി നമുക്കറിയാനാകുന്നത്, അനൗദ്യോഗികമായ വിവരങ്ങൾ കൂടി ചേർത്താലും? അജിംഷാദ്, പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ളത് രണ്ട് വഴിയാണ്. ഒന്ന്, ഈ സിദ്ദിഖ് ഏതായാലും സുപ്രീം കോടതി പോകാൻ തീരുമാനിച്ചു. അത് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുക, പിടികൂടുക ആളെ. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ആളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ സർക്കാരിൻ്റെ വാദം കൂടി പോലീസിൻ്റെ വാദം കൂടി കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഒന്നാണ് സൃഷ്ടിക്കാനാവുക ഇനിയുള്ളത്. അതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒന്ന്, സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതിന് തന്നെയാണ് മുൻഗണന. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സുപ്രീം കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഹർജി വരികയും നമ്പറിട്ട് വരികയൊക്കെ ചെയ്താൽ, സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് ഒരു ഹർജി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ സാധാരണ അറസ്റ്റ് ചെയ്യാറില്ല. നോട്ട് ടു അറസ്റ്റ് ഉണ്ടെങ്കിലേ നിയമപരമായി തടസ്സമുള്ളൂ. പക്ഷേ രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഒരാൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീരുമാനം വരുന്നവരെ കാത്തു നിൽക്കുന്നൊരു സാധാരണ രീതിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അറസ്റ്റിന് സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇനി സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഏകപക്ഷീയമായി സിദ്ദിഖിൻ്റെ മാത്രം ഹർജി കേട്ടിട്ട് എന്നാൽ എല്ലാം തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നു തുടർ നടപടികളെന്ന് പറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിതയുടെ തടസ്സ ഹർജിയുണ്ട്, സർക്കാരും തടസ്സ ഹർജിയുമായി പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സുപ്രീം കോടതിയിൽ സിദ്ദിഖ് എത്തുന്നതിന് മുമ്പ് അറസ്റ്റിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി സുപ്രീം കോടതിയിൽ ഹർജി വരുമ്പോൾ അതിൽ സർക്കാരിൻ്റെ നിലപാട് പറയുക. സർക്കാരിൻ്റെ നിലപാട് പറയുക എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് തന്നെ വളരെ കർശനമായി ഈ ജാമ്യ ഹർജി എതിർക്കും. ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്, കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ അനിവാര്യമാണ്. മാത്രമല്ല, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. സാക്ഷി വളരെ ദുർബലയായൊരു സ്ത്രീയാണ്. അവർക്ക് സാമൂഹികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവരെ സ്വാധീനിക്കാനും സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ സ്വാധീനവും ശക്തിയുമുള്ള ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിനുള്ള സാഹചര്യം ഒരുങ്ങരുതെന്നാണ് ഹൈക്കോടതിയിൽ എടുത്ത നിലപാട്. അതേ നിലപാട് സുപ്രീം കോടതിയിൽ ആവർത്തിക്കാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഒരു കവിയേറ്റ്, ഒരു തടസ്സ ഹർജി നിലനിൽക്കണം. ആ തടസ്സ ഹർജി ഉണ്ടെങ്കിൽ ഒരു ഗുണം, ഇയാളുടെ ഹർജി വരുമ്പോൾ, പ്രതിയുടെ ഹർജി വരുമ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ സുപ്രീം കോടതി കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ കേസിൽ അതിജീവിതയും കൂടെ കേൾക്കേണ്ടി വരും. കാരണം അതിജീവിതയും ഇതിനകം തന്നെ കവിയേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെയും അതിജീവിതയുടെയും കൂടി നിലപാടറിഞ്ഞതിന് ശേഷമേ സുപ്രീം കോടതിക്ക് ഇനി ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയൂ. അതുവരെ ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൻഡിങ് അയക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്പറിട്ട് വരുന്നതിന് മുമ്പ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞാൽ അതൊരു സക്സസ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അയാൾ എവിടെ ഒളിവിലാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. നാട്ടിലാകെ പോലീസ് തെരച്ചിൽ നടത്തുന്നു. ഇന്നലെ പാതിരാത്രിയിലും ചില വീടുകളിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഒരു പഴയ ഡ്രൈവറുടെ വീട്ടിലൊക്കെ ഈ സമീപ പ്രദേശത്ത് എരൂര് ഭാഗത്ത് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ ചക്കരപ്പറമ്പിൽ ഈ ഡ്രൈവറുടെ ബന്ധുവിൻ്റെ വീട്ടിൽ രാത്രി പോലീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം പോലീസ് സജീവമാണ്. ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഇയാളെ കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഓൾറെഡി അറസ്റ്റഡ് ആണെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി പോകുന്നതിന്റെ പ്രസക്തി തന്നെ പോകും. അതൊരു പക്ഷേ അത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ. അതുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയുടെ വിധിയും അതിൻ്റെ ഉത്തരവും വരുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അന്വേഷണ സംഘം ഇത്രയേറെ എഫർട്ട് എടുക്കുന്നത്. ഒരുപക്ഷെ സാലി, ഈ സിദ്ദിഖ് നിയമവൃത്തങ്ങളുമായുള്ള സഹായം എന്തായാലും തേടിയിട്ടുണ്ടാകും. അത് കേന്ദ്രീകരിച്ച് സൈബർ വിങ്ങിൻ്റെ പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി ലഭിക്കുന്നുണ്ട്.